our channel SM and SM Mentors. ഇന്ന് സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ തുടർച്ചയായ രണ്ടാമത്തെ ക്ലാസ്സാണ് അവതരിപ്പിക്കുന്നത്. വീഡിയോ കാണുന്നതിന് മുമ്പായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ നിങ്ങൾക്കത് പോയിൻ്റ് ഔട്ട് ചെയ്യാം. തീർച്ചയായിട്ടും അതിന് മറുപടി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസ് വരുമ്പോൾ അറിയിപ്പ് കിട്ടാനായിട്ട്. ചാപ്റ്ററിന് തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എഴുതിയ സ്ട്രക്ചറിൻ്റെ ഒരു ചെറിയൊരു എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. അത് പറ്റി ഓർമ്മയില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോസ് ചെയ്ത് പഴയ കാര്യങ്ങൾ നോട്ടൊക്കെ എടുത്തൊന്ന് നോക്കി തുടർന്ന് ഈ വീഡിയോ ഇരിക്കുന്നത് നന്നായിരിക്കും. ഇവിടെ ഒരു സാമ്പിൾ സ്ട്രക്ചർ ഉണ്ട്, സ്റ്റുഡൻറ് സ്ട്രക്ചറാണ്. അതിനകത്തുള്ള മെമ്പേഴ്സ് നിങ്ങൾക്ക് കാണാം. അഡ്മിഷൻ നമ്പർ ഉണ്ട്, നെയിം ഉണ്ട്, CE ഉണ്ട്, TE ഉണ്ട്, PE ഉണ്ട്. ഇവിടെ ഒരു ചെറിയ വ്യത്യാസം നമ്മൾ വരുത്തിയിട്ടുള്ളത് ഷോർട്ട് എന്ന് പറയുന്ന കീവേഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ 3 ഡാറ്റ ഐറ്റംസിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. CE, അതുപോലെ TE, PE. ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഷോർട്ട്. അതൊരു ടൈപ്പ് മോഡിഫയറും കൂടിയാണ്. ഇറ്റ് റെഡ്യൂസസ് ദ മെമ്മറി സൈസ് റിക്വയർമെൻറ്റ് ഫോർ ആൻ ഇൻറ്റീജർ വാല്യൂ. സാധാരണ INT 4 ബൈറ്റാണ് എടുക്കുന്നതെങ്കിൽ ഈ CE, TE, PE തുടങ്ങിയ ഡാറ്റയ്ക്ക് ഇവിടെ ഉപയോഗിക്കാൻ പോകുന്നത് 2 ബൈറ്റ് മെമ്മറി വീതമായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി മെമ്മറി നമുക്ക് അളവ് കുറക്കാം. CEയും TEയും ഒക്കെ ചെറിയ ഫിഗേഴ്സാണ്, ലെസ് ദാൻ 100. TE നമുക്കറിയാം മാക്സിമം 20 വരെ വരുന്നുള്ളൂ. TE മാക്സിമം 80 അല്ലെങ്കിൽ 60 വരുള്ളൂ. അതുപോലെ തന്നെ PE ആണെങ്കിൽ മാക്സിമം 40 വരുള്ളൂ. All values are less than 100. So only 2 bytes is needed for storing such values. അതുകൊണ്ടാണ് അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുള്ളത്. ഇങ്ങനെ കണ്ടാൽ, പരീക്ഷയ്ക്ക് കണ്ടാൽ അത് തെറ്റാണെന്ന് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാനതിവിടെ സൂചിപ്പിച്ചത്. അങ്ങനെ അല്ലാതെ INT എഴുതിയാലും ഏത് തെറ്റൊന്നും പറയാൻ പറ്റില്ല. മെമ്മറി കുറച്ചുകൂടി അധികം ചെലവഴിക്കപ്പെടുന്നു മാത്രം. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത്തരം ഒരു സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് വേരിയബിൾസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടു. In order to store the name details of a student, we could define a variable, say student S. ഇങ്ങനെ ഒരു വേരിയബിൾ നമുക്ക് ഉണ്ടാക്കാം. ആ വേരിയബിളിനകത്ത് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാം. വേരിയബിൾ ഉണ്ടാക്കുന്നത് മാത്രമല്ല, എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യുന്നതും കൂടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഹൗ ടു ഇനീഷ്യലൈസ്, എങ്ങനെയാണ് ഇനീഷ്യലൈസ് ചെയ്യാന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇനീഷ്യലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഈക്വൽ ടു സിമ്പിൾ കൊടുക്കുക. സ്റ്റുഡൻറ്റ് S ഈസ് ഈക്വൽ ടു ഓപ്പണിംഗ് ബ്രേസ് ഇടുക. ഓർക്കണ്ടല്ലോ, ആദ്യം സ്ട്രക്ചറിലെ ഫസ്റ്റ് വാല്യൂ അഡ്മിഷൻ നമ്പർ ആണ്. അപ്പോൾ അഡ്മിഷൻ നമ്പർ കൊടുക്കുക. ഫോർ എക്സാമ്പിൾ 1001, ദെൻ നെയിം കൊടുക്കുക. ഓക്കെ, നെയിം കൊടുത്തു. സ്ട്രിങ് ആണ്, അപ്പോൾ കോഡ്സിലെ കൊടുക്കാൻ. പിന്നെ CE മാർക്ക്, അതുപോലെ TE മാർക്ക്, PE മാർക്ക്, ഇതൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ ഞാൻ CE മാർക്ക് 20 കൊടുക്കുകയാണ്. ഓക്കെ, ദെൻ TE മാർക്ക് 60 ആൻഡ് PE മാർക്ക് 40. So a structure variable is created and its values are initialized. അതിനുള്ള വാല്യൂസ് ഒക്കെ ഇനീഷ്യലൈസ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന രീതിയിൽ. ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഒന്നും കൂടി റിമൈൻഡ് ചെയ്യുന്നു എന്ന് മാത്രം. അതിൻ്റെ ഒപ്പം ഒരു ചെറിയ കാര്യം കൂടി പോയിന്റ് ഔട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുകയാണ്, സ്റ്റുഡൻറ്റ് S1. ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. സ്റ്റുഡൻറ്റ് S1 ഈസ് ഈക്വൽ ടു I am giving admission number and name alone. അതായത് ഇതിൽ കുറച്ചധികം ഡാറ്റാസ് ഉണ്ട്, പക്ഷെ നമ്മൾ ആകെ 2 ഡേറ്റ വാല്യൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ വാട്ട് ഹാപ്പൻഡ് ഈസ് ഓൾ അതർ വാല്യൂസ് ആർ ഫിൽഡ് വിത്ത് 0. 0 എന്ന് പറയാൻ കാരണം അതൊക്കെ ഇൻറ്റീജേഴ്സ് ആണ്, അതുകൊണ്ട് അത് 0 ആയിട്ടാണ് വരിക. മറ്റേ സ്ട്രിങ് ആയിട്ടായിരുന്നെങ്കിൽ അതിനകത്ത് വരാൻ പോകുന്നത് നൾ ക്യാരക്ടർ ആയിരിക്കും. സ്ട്രിങ്ങോ ക്യാരക്ടറോ ആണെങ്കിൽ അതിനകത്ത് സ്റ്റോർ ചെയ്യുമ്പോൾ ഡിഫോൾട്ടായിട്ട് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് നൾ ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. ടുഡേ വി വിൽ സീ ഹൗ ടു ആക്സസ് സ്ട്രക്ചർ മെമ്പേഴ്സ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ എങ്ങനെയാണ് നമ്മളൊരു സ്ട്രക്ചറിൻ്റെ മെമ്പറിനെ ആക്സസ് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബിഫോർ ദാറ്റ് ഐ എം ഗോയിങ് ടു ഡ്രോ ദ ഡയഗ്രാം ഫോർ ദിസ് സ്ട്രക്ചർ. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറിന് ഒരു ഡയഗ്രാം ഇവിടെ വരയ്ക്കാൻ പോകുന്നത്. ഒരു സിമ്പിൾ, ഒരു മെമ്മറിയുടെ റെപ്രസെൻറ്റേഷൻ, ഒരു ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം വരയ്ക്കാൻ പോവാണ്. നമുക്ക് ഈ ഒരു സ്ട്രക്ചറിന് നോക്കാം. ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞ ഈ സ്ട്രക്ചറിന് നോക്കാം. അതിൽ ഞാനൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം, സ്റ്റുഡൻറ്റ് സ്റ്റുഡ്. ഈ സ്റ്റുഡ് എന്ന് പറയുന്ന ഈ വേരിയബിളിൻ്റെ മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് ഉണ്ടാവുക നമുക്കൊന്ന് നോക്കാം. ഏത് രീതിയിലാണ് ഇതിനുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടാവുക നോക്കാം. ഓക്കെ, സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഈ സ്ട്രക്ചറിനകത്ത് 5 മെമ്പേഴ്സാണുള്ളത്. സോ ഈ മെമ്മറി അലോക്കേഷൻ 5 പാർട്സ് ഉണ്ടാവും, 5 ഭാഗങ്ങൾ. ഓക്കെ, ഇതൊരു ഇമാജിനറി കൺസെപ്റ്റ് ആണ്. റിയലി ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബൈറ്റ്സുകളാണ്.
ഇതിലെ ആദ്യത്തെ പാർട്ട് എ സെൽ ഫോർ സ്റ്റോറിങ് അഡ്മിഷൻ നമ്പർ. അതിൻ്റെ സൈസ് 4 ബൈറ്റ് ആണ് നമുക്കറിയാം. INT ആണ് അതിൻ്റെ ഡാറ്റ ടൈപ്പ്. രണ്ടാമത്തെ പാർട്ട്, രണ്ടാമത്തെ സെല്ല്, ഇറ്റ് ഈസ് റെഫേർഡ് ബൈ ദ നെയിം. ദെൻ പിന്നെ വരുന്ന 3 ഭാഗങ്ങൾ നമുക്കതിനെ CE എന്നും T എന്നും P എന്നും അറിയപ്പെടും. ആൻഡ് നെയിം ഓഫ് ദിസ് വേരിയബിൾ ഈസ് സ്റ്റുഡ് റെഫേഴ്സ് ടു ദിസ് മെമ്മറി ലൊക്കേഷൻ. നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും സ്റ്റുഡ് എന്ന് പറയുന്ന ഈ ഒരു ടേം ഉപയോഗിച്ചാൽ, ആ വേരിയബിൾ നെയിം ഉപയോഗിച്ചാൽ, ഇറ്റ് റെഫേഴ്സ് ടു ദിസ് മെമ്മറി ലൊക്കേഷൻ. ആ മെമ്മറി ലൊക്കേഷൻ്റെ ഉള്ളിൽ 5 ഏരിയാസ് ഉണ്ട്. ഒന്ന് അഡ്മിഷൻ നമ്പർ സ്റ്റോർ ചെയ്യാൻ, രണ്ടാമത്തത് നെയിം സ്റ്റോർ ചെയ്യാൻ, മൂന്നാമത്തത് CE, നാലാമത്തത് T, അഞ്ചാമത്തത് P സ്റ്റോർ ചെയ്യാൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിലൊരു പർട്ടിക്കുലർ വാല്യൂ സ്റ്റോർ ചെയ്യുന്നത്? ലെറ്റ് us see how to store a value in admission number. റീഡിങ് ഫ്രം ദ കീബോർഡ്. കീബോർഡ് എന്ന് റീഡ് ചെയ്തിട്ട് എങ്ങനെയാണ് അഡ്മിഷൻ നമ്പർ നമുക്കിവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റുക? ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് എ CIN കമാൻഡ്. CIN ഡബിൾ ഗ്രേറ്റർ ദാൻ. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കമാൻഡാണ്. CIN ഇൻപുട്ട് ഒബ്ജക്റ്റ് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഇൻപുട്ട് ഒബ്ജക്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നു. ഡബിൾ ഗ്രേറ്റർ ദാൻ ഇൻപുട്ട് ഓപ്പറേറ്റർ ആണ്. ശേഷം എവിടേക്കാണ് നമുക്ക് ഇൻപുട്ട് സ്റ്റോർ ചെയ്യേണ്ടത്, ആ ലൊക്കേഷനാണ് നമ്മൾ പറയേണ്ടത്. സോ വി വാണ്ട് ടു സ്റ്റോർ ദ ഇൻപുട്ട് ഇൻ ടു ദ വേരിയബിൾ സ്റ്റുഡ്. സ്റ്റുഡ് എന്ന് പറയുന്ന വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ബട്ട് റിമെമ്പർ, സ്റ്റുഡ് ഇസ് എ വേരിയബിൾ വിച്ച് ക്യാൻ സ്റ്റോർ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാല്യൂസ്. 5 ഡിഫറെൻറ്റ് ടൈപ്പ് വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയബിളാണ് സ്റ്റുഡ് എന്ന് പറയുന്നത്. അതിനകത്ത് നമുക്ക് എവിടെയാണ് സ്റ്റോർ ചെയ്യേണ്ടത്? We want to store in this area, admission number. So in order to refer to this, we will use a period symbol. Stud dot. Period means dot, full stop. Full stop symbol ne vilikkunna oru perana period. Period symbol. Okay. It is also known as dot symbol. Dot symbol nu namukku adine veney parayam. Oru period symbol ubhayikka. Then give the name of the member to which we want to store the input. Admission number semicolon. എങ്ങനെ ഉപയോഗിച്ച് നോക്കാം? വെറുതെ സ്റ്റുഡ് എന്ന് ഉപയോഗിച്ചാൽ പോരാ. ബിക്കോസ് സ്റ്റുഡ് എന്ന് പറയുന്ന വേരിയബിൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ലൊക്കേഷൻസ് ഉണ്ട്, മെമ്മറി സ്റ്റോറേജ് ലൊക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് ലൊക്കേഷനിലേക്കാണ് വേണ്ടത് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു സ്പെഷ്യൽ സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് പറയണം. ഈ സിമ്പലിനെ വിളിക്കുന്ന പേരാണ് പീരീഡ് സിമ്പൽ അഥവാ ഡോട്ട്. ആൻഡ് ഇറ്റ്സ് ആൾസോ എൻ ഓപ്പറേറ്റർ. അതൊരു ഓപ്പറേറ്ററും കൂടിയാണ്. ഇൻ C++ ഇറ്റ്സ് എൻ ഓപ്പറേറ്റർ. This operator is known as dot operator. ആ ഓപ്പറേറ്ററിനെ വിളിക്കുന്ന പേരാണ് dot operator. So in order to access a structure member, we are going to use dot operator. Now let us see how to access this name. ഈ നെയിമിനെ നമുക്ക് എങ്ങനെ ആക്സസ് ചെയ്യാം? In order to ഇൻപുട്ട് ചെയ്യാൻ തന്നെ ആയിക്കോട്ടെ. ഒരു സ്ട്രിങ് ആണ്. സ്ട്രിങ് ഇൻപുട്ട് ചെയ്യാൻ നമുക്ക് CIN ഉപയോഗിക്കാം. പക്ഷേ CIN ഒരു ചെറിയ ലിമിറ്റേഷൻ ഉണ്ട് എന്നുള്ളത് നമ്മൾ 1ാം വർഷ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് അൺഎബിൾ ടു റീഡ് എനി വൈറ്റ് സ്പേസസ്. പേരിലുള്ള സ്പേസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ റീഡ് ചെയ്യാൻ CIN കൊണ്ട് സാധ്യമല്ല. അപ്പോൾ അവിടെ ഏറ്റവും നല്ലത് ഇപ്പോൾ CIN ഡോട്ട് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതാണ്. CIN ഡോട്ട് ഗെറ്റ് ലൈൻ. ഇൻ ഓർഡർ ടു റീഡ് നെയിംസ് ഇൻക്ലൂഡിങ് സ്പേസസ്, CIN ഡോട്ട് ഗെറ്റ് ലൈൻ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിക്കാം. CIN ഡോട്ട് ഗെറ്റ് ലൈൻ ബ്രാക്കറ്റിൽ ആ സ്ട്രിങ്ങിൻ്റെ പേര് പറയാം. സ്ട്രിങ്ങിൻ്റെ പേര് ഏതാണ്? സ്റ്റുഡ് ഡോട്ട് നെയിം. വെറുതെ നെയിം എന്ന് പറയുമ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ഇഫക്റ്റും ഉണ്ടാവില്ല. നെയിം എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമ്മുടെ പ്രോഗ്രാമിലില്ല. പ്രോഗ്രാമിലുള്ള വേരിയബിൾ സ്റ്റുഡ് ആണ്. അതിലൊരു മെമ്പറാണ് നെയിം എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെ റെഫർ ചെയ്യണം? സ്റ്റുഡ് ഡോട്ട് നെയിം. ദെൻ ഗെറ്റ് ലൈനിൻ്റെ സിൻടാക്സ് എങ്ങനെ വെച്ചാൽ ഇത് കഴിഞ്ഞ് കോമ ഇട്ടിട്ട് അതിൻ്റെ സൈസും കൂടി പറയാം. എത്ര സൈസ് ഉണ്ട് ഈ അരേക്ക് എന്നെല്ലാം കൂടി പറയാം. ഫ്രം ദ ഡെഫിനിഷൻ വി ക്യാൻ സീ ദാറ്റ് ഇറ്റ്സ് 25. ഇവിടെ 25 എന്ന് പറയാം, സെമിക്കോളൻ. ഓക്കെ. Now we want to read C, T and P in a single statement. Cascading നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. Cascading of input. Reading multiple input using a single CIN statement. ഒരൊറ്റ CIN സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഇൻപുട്ടുകൾ റീഡ് ചെയ്യുന്നതിനെയാണ് കാസ്കേഡിംഗ് ഓഫ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. CIN ഡബിൾ ഗ്രേറ്റർ ദാൻ സ്റ്റുഡ് ഡോട്ട് CE. ഫസ്റ്റ് ഇൻപുട്ട്. വീണ്ടും ഡബിൾ ഗ്രേറ്റർ ദാൻ സ്റ്റുഡ് ഡോട്ട് TE. സെക്കൻഡ് ഇൻപുട്ട്. ഡബിൾ ഗ്രേറ്റർ ദാൻ സ്റ്റുഡ് ഡോട്ട് PE. തേർഡ് ഇൻപുട്ട്. 3 ഇൻപുട്ടുകൾ ഒന്നിച്ച് ഒരൊറ്റ CIN കമാൻഡ് ഉപയോഗിച്ചു. പക്ഷേ ഈ ഇൻപുട്ട് ഓപ്പറേറ്ററിനെ നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. അതിനുശേഷം ഓരോരോ മെമ്പറായിട്ട് കൊടുക്കുക. സോ വി ഹാവ് സീൻ ഹൗ ടു ഇൻപുട്ട് വാല്യൂസ് ഇൻ ടു ദീസ് മെമ്പേഴ്സ് ഓഫ് ദ വേരിയബിൾ സ്റ്റുഡ്. സ്റ്റുഡ് എന്ന് പറയുന്ന ഈ വേരിയബിളിന്റെ 5 മെമ്പേഴ്സിലേക്ക് എങ്ങനെയാണ് വാല്യൂ ഇൻപുട്ട് ചെയ്യുന്നത് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. അതിനുവേണ്ടി ഉപയോഗിച്ച സിമ്പിളാണ് ഡോട്ട് അല്ലെങ്കിൽ പീരീഡ്. ഡോട്ട് ഓർ പീരീഡ് സിമ്പിൾ. ആ സിമ്പിളിന്റെ മുമ്പ് വരേണ്ടത് സ്ട്രക്ചറിന്റെ വേരിയബിൾ ആണ്.
ഇതിൻ്റെ മുമ്പ് വരേണ്ടത് സ്ട്രക്ചറിൻ്റെ വേരിയബിളും ശേഷം വരേണ്ടത് സ്ട്രക്ചറിലെ മെമ്പേഴ്സിൻ്റെ പേരുമാണ്. പ്രത്യേകം ആലോചിക്കുക, ഡോട്ട് ഓപ്പറേറ്ററാണ്. ആ ഓപ്പറേറ്ററിൻ്റെ മുന്നേ വരേണ്ടത് സ്ട്രക്ചർ വേരിയബിളിൻ്റെ പേരാണ്, സ്ട്രക്ചറിൻ്റെ ടാഗ് അല്ല. ഇത് സ്ട്രക്ചറിൻ്റെ ടാഗാണ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. അതല്ല വേണ്ടത്, സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ആണ്. ആ ടാഗ് ഉപയോഗിച്ച് ഡിഫൈൻ ചെയ്തിട്ടൊരു വേരിയബിൾ. ഇപ്പോൾ ഇവിടെ നമ്മുടെ എക്സാമ്പിൾ എസ് ഉണ്ട്, S1 ഉണ്ട്, സ്റ്റുഡൻറ്റ്, അതിലേതെങ്കിലും ഒന്നാണ് അവിടെ വരേണ്ടത്. ദെൻ ഡോട്ട് ഓപ്പറേറ്റർ. അതിനുശേഷം പിന്നെ വരേണ്ടത് എന്താ, ആ സ്ട്രക്ചറിലുള്ള ഏതെങ്കിലും മെമ്പേഴ്സ് ആണ്. അഡ്മിഷൻ നമ്പർ ഓർ നെയിം ഓർ CE ഓർ TE ഓർ PE, അതിലേതെങ്കിലും ഒരു മെമ്പർ ആണ് ശേഷം വരേണ്ടത്. ഓക്കെ, ദിസ് ഈസ് ഹൗ വി വിൽ ഇൻപുട്ട് മെമ്പേഴ്സ് ഇൻ ടു ദീസ് ലൊക്കേഷൻസ്. ഈ ലൊക്കേഷൻസിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നമുക്ക് കുറച്ച് വാല്യൂസ് ഇൻപുട്ട് ഇവിടെ പരിഗണിക്കാം. 1-2 വാല്യൂസ് ഇവിടെ നോട്ട് ചെയ്യാം. നമ്മൾ ഇൻപുട്ട് ചെയ്യുന്നതായിട്ടുള്ള അസ്യൂം ചെയ്യാം. ഞാൻ കൊടുത്ത അഡ്മിഷൻ നമ്പർ ഫോർ എക്സാമ്പിൾ 121 ആണെന്ന് വിചാരിക്കുക. അതുപോലെ പേര് കൊടുത്തത് വിജയ് ആണെന്ന് വിചാരിക്കുക. ദെൻ സിമിലർലി CE മാർക്ക് ഇറ്റ് ഈസ് 18, ദെൻ TE മാർക്ക് ഇറ്റ് ഈസ് 48 ആൻഡ് PE മാർക്ക് ഈസ് 40 എന്ന് വിചാരിക്കുക. ഓക്കെ, നൗ വിൽ സി ഹൗ ടു ഡിസ്പ്ലേ ദീസ് വാല്യൂസ്. ഈ വാല്യൂസ് എങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ നോക്കാം. നമുക്ക് അഡ്മിഷൻ നമ്പർ ഡിസ്പ്ലേ ചെയ്യണം, നെയിം ഡിസ്പ്ലേ ചെയ്യണം, CE ഡിസ്പ്ലേ ചെയ്യണം, TE ഡിസ്പ്ലേ ചെയ്യണം, അതുപോലെ PE ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, ഞാൻ ഈ പാർട്ട് വായിക്കാൻ നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പാർട്ട് ഞാൻ എറേസ് ചെയ്യാം. ആദ്യം കണ്ടിട്ടുള്ള പാർട്ടുകൾ നമുക്കൊന്ന് എറേസ് ചെയ്യാം. ഈ ഒരു ഡയഗ്രം ഞാനവിടെ നിർത്തുന്നുണ്ട്. അതിലുള്ള വാല്യൂസ് ഒക്കെ അവിടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിർത്തുന്നുണ്ട്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ഔട്ട്പുട്ട് ചെയ്യാൻ നോക്കാം. ലെറ്റ് us see how to display admission number. നമുക്ക് അഡ്മിഷൻ നമ്പർ ഡിസ്പ്ലേ ചെയ്യണം. അപ്പോൾ ഔട്ട്പുട്ട് വരേണ്ടത് ഇങ്ങനെയാണ്. നമുക്ക് ഔട്ട്പുട്ട് വരേണ്ട രൂപം എങ്ങനെയെന്ന് ആദ്യം മനസ്സിലുണ്ടാവണം. എന്നാലാണ് നല്ല രൂപത്തിൽ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ വരണം നമ്മൾ ഔട്ട്പുട്ട്. അഡ്മിഷൻ നമ്പർ ഒരു കോളൻ ഇട്ടിട്ട് 121. ഇങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി റിമൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത്. ഓക്കെ, ഈ രീതിയിൽ എങ്ങനെ ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതൊക്കെ ഫസ്റ്റ് ഇയർ പഠിച്ചാണ്, ഒന്നും കൂടി ഓർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഔട്ട്പുട്ട് വരുമ്പോൾ ഇങ്ങനെ വരണം. അഡ്മിഷൻ നമ്പർ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് പറയുന്നത്. അഡ്മിഷൻ നമ്പർ 121 ഇങ്ങനെയാണ് വരേണ്ടത്. സോ ലെറ്റ് us see how to display that admission number in this fashion. Cout double less than. സീനിന് പോലെ ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓബ്ജക്റ്റ് ആണ് Cout. ഔട്ട്പുട്ടിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റർ ആണ് ഡബിൾ ലെസ് ദാൻ. ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ആണ് ഡബിൾ ലെസ് ദാൻ. അതിനുശേഷം എന്ത് ഔട്ട്പുട്ടാണ് വേണ്ടി നമുക്ക് പറയാം. അഡ്മിഷൻ നമ്പർ എന്തോ ആയിക്കോട്ടെ, 121 151 1750 എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആദ്യം വരേണ്ടത് അഡ്മിഷൻ നമ്പർ കോളൻ എന്നാണ്. അപ്പോൾ സോ ഗീവ് വിത്തിൻ കൊട്ടേഷൻ അഡ്മിഷൻ നമ്പർ ഒരു കോളനും കൂടി കൊടുക്കുക. ഓക്കെ, അഡ്മിഷൻ നമ്പറും കൊടുക്കുക, ഒരു കോളനും കൊടുക്കുക. സോ ദാറ്റ് അഡ്മിഷൻ നമ്പർ കോളൻ എന്ന് ഡിസ്പ്ലേ ചെയ്യും. ദെൻ ഡബിൾ ലെസ് ദാൻ കാസ്കേഡിംഗ് ആണ്. നമ്മൾ ഇൻപുട്ടിന്റെ കേസിൽ കാസ്കേഡിംഗ് കണ്ടു, അതുപോലെ നമുക്ക് ഔട്ട്പുട്ടിലും കാസ്കേഡിംഗ് ഉപയോഗിക്കാം. ഇനി നമുക്ക് വേണ്ടത് അഡ്മിഷൻ നമ്പർ ഡിസ്പ്ലേ ചെയ്യണം. സ്റ്റുഡ് എന്ന് പറയുന്ന വേരിയബിളിലാണ് അഡ്മിഷൻ നമ്പർ ഉള്ളത്. Stud is a structure, so use the dot operator and give the name of the variable ADM number. Stud.ADM number. Again, we are using the same dot operator here. അതിന് മുമ്പേ വേരിയബിളിന്റെ പേര്, ശേഷം നമുക്ക് ആ മെമ്പറിന്റെ പേര്, ഏത് മെമ്പറാണോ നമ്മൾ റെഫർ ചെയ്യുന്നത് ആ മെമ്പറിന്റെ പേര്. ഞാനിവിടെ ഒരു വര വരയ്ക്കാം, നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. Then we will see next. ഇനി എങ്ങനെയാണ് നമുക്ക് അടുത്തത് നെയിം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് വരേണ്ട രൂപം ആദ്യം ഇവിടെ നോട്ട് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത് ഇങ്ങനെയാണ്. നെയിം കോളൻ എന്ന് പറഞ്ഞിട്ട് ആ നെയിം എന്താണോ അത് വരണം. റിമെമ്പർ ഓൺ ദ നെക്സ്റ്റ് ലൈൻ ടു. അടുത്ത വരിയിൽ വരും വേണം. ഓക്കെ, നെക്സ്റ്റ് ലൈനിൽ വരണം. നെയിം കോളൻ എന്ന് പറഞ്ഞിട്ട് ആ നെയിം എന്താണ് അത് ഡിസ്പ്ലേ ചെയ്യണം. ഓക്കെ, സോ ലെറ്റ് us see how to write that. Cout ഡബിൾ ലെസ് ദാൻ വിത്തിൻ കൊട്ടേഷൻ നെയിം എന്നാണ് ആദ്യം കൊടുക്കേണ്ടത്. പക്ഷെ നെയിം തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവിടെ തുടർച്ചയായിട്ട് വരുള്ളൂ. സോ ബിഫോർ ഗിവിംഗ് ദ വാല്യൂ സ്ട്രിംഗ് നെയിം ജസ്റ്റ് യൂസ് എ \n. \n മീൻസ് ന്യൂ ലൈൻ ഇൻ C++. ഇറ്റ് സ്റ്റാർട്ട്സ് എ ന്യൂ ലൈൻ ഇൻ ഔട്ട്പുട്ട്. ഔട്ട്പുട്ടിൽ ഒരു പുതിയ ലൈൻ അങ്ങോട്ട് ആരംഭിക്കും. ഓക്കെ, സോ \n കൊടുത്തിട്ട് പിന്നെ എന്ത് ചെയ്യുക, നെയിം എന്ന് കൊടുക്കുക, ഒരു കോളൻ സിമ്പിൾ കൊടുക്കുക, കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. സോ ഔട്ട്പുട്ട് വരുന്നത് എങ്ങനെയാണ്? ഈ \n ഒരിക്കലും ഡിസ്പ്ലേ ചെയ്യില്ല, അത് മനസ്സിലാക്കുക. ഒരിക്കലും \n ഡിസ്പ്ലേ ചെയ്യില്ല, പകരം അവിടെ ഒരു പുതിയ ലൈൻ ക്രിയേറ്റ് ചെയ്യും. അടുത്ത വരിയിലേക്ക് ജമ്പ് ചെയ്യും ഔട്ട്പുട്ട്. അപ്പോൾ നെയിം അഡ്മിഷൻ നമ്പർ എന്നൊരു വരിയിൽ തൊട്ടടുത്ത വരിയിൽ നെയിം എന്നുള്ള രൂപത്തിൽ വരും. ഇനി ഈ പേരാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇവിടെയുള്ള ഈ വേരിയബിളിലുള്ള ഈ നെയിം എന്ന് പറയുന്ന മെമ്പറിലുള്ള പേരാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ എങ്ങനെ ആക്സസ് ചെയ്യാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിച്ച് നോക്കുക എന്തായിരിക്കും സാർ എഴുതുന്നുണ്ടാവുക. Stud.name. ഓക്കെ, അപ്പോൾ രണ്ടാമത്തായി
ഇനി മൂന്നാമതായിട്ട് ഞാൻ ഡിസ്പ്ലേ ചെയ്യാൻ പോകുന്നത് മൊത്തത്തിൽ ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ ജസ്റ്റ് എൻ്റെ ടോട്ടൽ മാർക്ക് മാത്രം ഒന്ന് ഡിസ്പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ടോട്ടൽ മാർക്ക് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഈ 3 വാല്യൂസ് കൂടി ആഡ് ചെയ്താൽ ദർ ഇസ് നോ മെമ്പർ ടോട്ടൽ ഹിയർ. ഇവിടെ ടോട്ടൽ എന്ന് പറഞ്ഞ മെമ്പർ ഇല്ല. അതങ്ങനെ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം we can simply calculate it by adding these 3 figures. ഈ 3 ഫിഗേഴ്സും കൂടി ആഡ് ചെയ്തുകൊണ്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതാരും വെറുതെ സ്റ്റോർ ചെയ്ത് സമയവും സ്ഥലവും ഒന്നും പാഴാക്കൂല. ഓക്കെ, അപ്പോൾ നമുക്കിനി ടോട്ടൽ മാർക്ക് ഡിസ്പ്ലേ ചെയ്യണം. എങ്ങനെയായിരിക്കണം ഡിസ്പ്ലേ ചെയ്യുന്നത് എന്ന് ആദ്യം ഒരു ഐഡിയ ഉണ്ടാവുക. പ്രോഗ്രാം എഴുതുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇത്തരം വിഷ്വലുകൾ ഉണ്ടായിരിക്കണം. എങ്ങനെയാണ് നമുക്ക് ഔട്ട്പുട്ട് വരേണ്ടത് എന്നുള്ളത്, എന്നാലും നമുക്ക് നല്ല പ്രോഗ്രാം എഴുതാൻ പറ്റുള്ളൂ. ടോട്ടൽ കോളൻ എന്ന് പറഞ്ഞിട്ട് എത്രയാണോ അതിൻ്റെ ടോട്ടൽ അത് വരണം അല്ലേ. 40, 48, 88, ഓക്കെ 106 അതാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ വീണ്ടും സി ഔട്ട് ആലോചിക്കുക. നെക്സ്റ്റ് ലൈനിലാണ് അത് വരേണ്ടത്. സി ഔട്ട് =, കൊട്ടേഷനുള്ളിൽ \n കൊടുക്കുക, ടോട്ടൽ കൊടുക്കുക, കോളൻ സിമ്പിൾ കൊടുക്കുക, ദെൻ കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. കഴിഞ്ഞു. ദെൻ =. ഇനി നമുക്ക് വേണ്ടത് സ്റ്റുഡ് എന്ന് പറയുന്ന ഈ വേരിയബിളിലുള്ള 3 മാർക്കുകൾ CE, TE, PE അതിൻ്റെ സമ്മാണ്. ഓക്കെ, സോ എങ്ങനെ ചെയ്യും? stud.ce പ്ലസ് സ്ഥലം ചേർന്ന് താഴത്തേക്ക് എഴുതാണ് stud.pe പ്ലസ് stud.te സെമിക്കോളൻ. അപ്പോൾ ഈ പറയുന്ന വാല്യൂസ് ഒക്കെ ഇതിനകത്തേക്ക് ആഡ് ചെയ്തുകൊണ്ട് ആ ടോട്ടൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ ഈ സ്ട്രക്ചറിൻ്റെ മെമ്പേഴ്സിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ഇൻപുട്ടിന് എങ്ങനെ ഉപയോഗിക്കാം, ഔട്ട്പുട്ടിന് എങ്ങനെ ഉപയോഗിക്കാം, എങ്ങനെ പ്രോസസ്സ് ചെയ്യാം എന്നൊക്കെ കണ്ടു. ഓക്കെ, എങ്ങനെ അസൈൻ ചെയ്യാമെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഏത് രൂപത്തിൽ അസൈൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്ക് ഈ CE മാർക്ക് 18 എന്നുള്ളതൊന്ന് 20 ആക്കണം. ലെറ്റ് us see how to do that. It's very simple. stud.ce is equal to 20. stud.ce is equal to 20. വിജയ് എന്ന് പറയുന്ന പേര് മാറ്റിയിട്ട് അജയ് എന്നാക്കണം. വിജയ് അല്ലായിരുന്നു പേര്, അജയ് എന്നാണ്. അപ്പോൾ നമുക്ക് അജയ് എന്നാക്കണം. അതിന് നിങ്ങൾക്ക് ഇതേപോലെ സിമ്പിളായിട്ട് ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ പറ്റില്ല. അതായത് ഇങ്ങനെ ചെയ്യാൻ പാടില്ല. stud.name ഈസ് ഈക്വൽ ടു കൊട്ടേഷനിൽ അജയ് എന്ന് ചെയ്യാൻ പാടില്ല. ബിക്കോസ് C++ ഡസ് നോട്ട് അലോ ഈക്വൽ ടു ഓപ്പറേറ്റർ ടു അസൈൻ സ്ട്രിങ്സ്. സ്ട്രിങ്ങുകൾ അസൈൻ ചെയ്യാൻ C++ ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ, അസൈൻമെന്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ്, അല്ലാതെ സ്ട്രക്ചർ ആയതുകൊണ്ടല്ല. ഓക്കെ, ഇതിനൊരു ഫംഗ്ഷൻ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ അതൊന്ന് ഓർമ്മിച്ചെടുത്ത് എഴുതാം. strcpy. ഒരു സ്ട്രിങ്ങിനെ അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കേണ്ട ഫംഗ്ഷനാണിത്. strcpy. strcpy എങ്ങോട്ടാണോ സ്റ്റോർ ചെയ്യേണ്ടത് ആദ്യം പറയാം, stud.name, എന്താണോ സ്റ്റോർ ചെയ്യേണ്ടത് അത് രണ്ടാമത് പറയാം, അജയ്. ഓക്കെ, റിമെമ്പർ. അപ്പോൾ ഒരു സ്ട്രിങ്ങിലേക്കാണ് നമ്മൾ ഇതേപോലെ അസൈൻ ചെയ്യുന്നതെങ്കിൽ ഈക്വൽ ടു ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ ഏതെന്നെ ഉപയോഗിക്കണം? ഈ പറയുന്ന strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിക്കണം. അത് സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട കാര്യമില്ല. അത് നമ്മൾ ഫസ്റ്റ് ഇയറിൽ 1ാം വർഷം പഠിച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഫംഗ്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ അവസാനത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചു പോയിട്ടുള്ള, C++ അവസാനത്തെ ചാപ്റ്ററിൽ പഠിച്ചു പോയിട്ടുള്ള കാര്യമാണ് strcpy എന്ന് പറയുന്ന ഫംഗ്ഷൻ. നമുക്ക് പ്രാക്ടിക്കലൊക്കെ കൂടി ഉള്ളത് കൊണ്ട് ഞാനിവിടെ പറഞ്ഞു എന്ന് മാത്രം. ദെൻ now let us see how to increase the TE mark by 2. TE മാർക്ക് 2 വെച്ച് കൂട്ടണം. അപ്പോൾ 48 ആണുള്ളത്. എത്ര ആയിക്കോട്ടെ, എത്ര ആണെങ്കിലും ശരി, അതിൻ്റെ കൂടെ 2 കൂടണം. So let us see how to do that. stud.te is equal to stud.te plus 2. stud.te is equal to stud.te plus 2. എന്ത് സംഭവിക്കും? ഈ 48 എന്നുള്ള വാല്യൂ ഇവിടുന്ന് റൈസ് ആയിട്ട് പകരം അവിടെ 50 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ആവും. 2 കൂടി 50 എന്ന് പറയുന്ന വാല്യൂ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഓപ്പറേറ്ററുകൾ, അതുപോലെ ഇൻപുട്ടുകൾ, ഔട്ട്പുട്ടുകൾ ഒക്കെ നമുക്ക് സ്ട്രക്ചറിൽ വെച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ സ്ട്രക്ചർ വേരിയബിൾ വെച്ചിട്ടല്ല ചെയ്യുക. സ്ട്രക്ചർ വേരിയബിൾ മാത്രം പോരാ, ആ വേരിയബിളിൻ്റെ ശേഷം ഒരു ഡോട്ട് ഓപ്പറേറ്റർ വേണം. ഡോട്ട് ഓപ്പറേറ്ററിൻ്റെ ശേഷം മെമ്പറിനെ പറയണം. എന്നാൽ മാത്രമേ നമുക്കത് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പറയുന്ന കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെ ഉണ്ടാക്കാം, എങ്ങനെയാണ് അസൈൻ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഓക്കെ, now we will see the concept of nested structure. വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഈ ചാപ്റ്ററിലെ. ഇത് മാത്രം വെച്ചുകൊണ്ട് തന്നെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, സോ വാട്ട് ഈസ് നെസ്റ്റഡ് സ്ട്രക്ചർ?
A structure containing another structure. A structure containing another structure or structure variable is called nested structure. ഒരു സ്ട്രക്ചറിനുള്ളിൽ വേറൊരു സ്ട്രക്ചർ വരാം, അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറിൻ്റെ വേരിയബിൾ തന്നെ വരാം. അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. യൂസിങ് എ സ്ട്രക്ചർ വേരിയബിൾ ഓർ സ്ട്രക്ചർ ഇൻസൈഡ് അനദർ സ്ട്രക്ചർ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഓക്കെ, ലെറ്റ് us എക്സ്പ്ലെയിൻ ബൈ എൻ എക്സാമ്പിൾ. ഇപ്പോൾ എനിക്കൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, എംപ്ലോയി എന്നിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കണം. ടു സ്റ്റോർ എംപ്ലോയി നമ്പർ, എംപ്ലോയിയുടെ നമ്പർ വേണം, നെയിം വേണം, ഡേറ്റ് ഓഫ് ജോയിനിങ് വേണം, അതുപോലെ സാലറി വേണം. എംപ്ലോയി നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ജോയിനിങ് ആൻഡ് സാലറി. ഓക്കെ, നമുക്ക് ഓരോന്നിനും അനലൈസ് ചെയ്ത് നോക്കാം. എംപ്ലോയി നമ്പർ ക്യാൻ ബി ആൻ ഇൻറ്റീജർ വാല്യൂ, അതൊരു ഇൻറ്റീജർ വാല്യൂ ആയിട്ട് നമുക്ക് എടുക്കാം. നെയിം ക്യാൻ ബി എ സ്ട്രിങ്, നെയിമിനെ നമുക്കൊരു സ്ട്രിങ് ആയിട്ട് എടുക്കാം, ഇറ്റ്സ് എ സ്ട്രിങ്. സാലറി, സാലറി മേ ബി കൺസിഡർഡ് ആസ് എൻ ഇൻറ്റീജർ, ഇൻറ്റീജറോ അല്ലെങ്കിൽ ഫ്ലോട്ടോ ആയിട്ട് വേണമെങ്കിൽ പറയാം, ഇൻറ്റീജർ തന്നെ ആയിക്കോട്ടെ. ഡേറ്റ് ഓഫ് ജോയിൻ, വാട്ട് അബൌട്ട് ഡേറ്റ് ഓഫ് ജോയിനിങ്? ഈസ് ദർ എനി ഡാറ്റ ടൈപ്പ് ഇൻ C++ സ്റ്റോർ എ ഡേറ്റ് ആസ് ഇറ്റ് ഈസ്? ഇല്ല, നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിച്ചു തുടങ്ങിയതാണ് അല്ലേ. സോ ഡേറ്റ് ഓഫ് ജോയിനിങ് ഈസ് എ സ്പെഷ്യൽ ടൈപ്പ്. ഇറ്റ് മസ്റ്റ് ബി ഓൾ ഡിഫൈൻഡ് ഇൻ C++ ഫസ്റ്റ്. ഈ പ്രോഗ്രാമിൽ ആദ്യം ഡേറ്റ് എന്നൊരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് മാത്രമേ നമുക്ക് ഡേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എംപ്ലോയി എന്ന് പറഞ്ഞ സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലൊരു മെമ്പറായിട്ട് ഒരു ഡേറ്റ് ടൈപ്പിലുള്ള ഒരു വേരിയബിൾ വേണം, അല്ലെങ്കിൽ ഡേറ്റ് ടൈപ്പിലൊരു സ്ട്രക്ചർ വേണം. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ നെസ്റ്റഡ് സ്ട്രക്ചർ. അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. രണ്ട് എണ്ണമാണ് പരീക്ഷയ്ക്ക് മാറി മാറി ചോദിക്കാറ്. ഒന്ന് എംപ്ലോയി സ്ട്രക്ചർ ഡേറ്റ് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ. ഇതാണ് സ്ഥിരമായിട്ട് ഇങ്ങനെ മാറി മാറി ചോദിച്ച് കാണാറ് പരീക്ഷയ്ക്ക്, നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ എക്സാമ്പിളൊക്കെ വെച്ചിട്ട് എഴുതാൻ. അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചറിൻ്റെ ഡെഫിനേഷൻ കണ്ടല്ലോ. എ സ്ട്രക്ചർ കണ്ടെയ്നിങ് അനദർ സ്ട്രക്ചർ ഓർ സ്ട്രക്ചർ വേരിയബിൾ ഈസ് കോൾഡ് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിനുള്ളിൽ വേറൊരു സ്ട്രക്ചറോ അല്ലെങ്കിൽ സ്ട്രക്ചർ വേരിയബിളോ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ചില സിനിമകളിലൊക്കെ ഇപ്പോൾ പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറഞ്ഞ പരാമർശങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലേ. പ്ലാൻ എ പ്ലാൻ ബി. എന്താ പ്ലാൻ എ പ്ലാൻ ബി? പ്ലാൻ എ എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാവും, അത് നടക്കില്ലെങ്കിൽ പ്ലാൻ ബി എന്നുകൊണ്ട് വേറൊന്നുണ്ടാവും അല്ലേ. അതുപോലെ ഇവിടെ രണ്ട് തരത്തിലുള്ള ഡെഫിനിഷൻ എയും ഉണ്ട്, ഡെഫിനിഷൻ ബിയും ഉണ്ട്. ഈ സ്ട്രക്ചർ ഉണ്ടാക്കാൻ രണ്ട് മെത്തേഡ്സ് ഉണ്ട്. ഇവിടെ രണ്ട് കോളങ്ങളിലായിട്ട് ഞാൻ കാണിക്കാം. രണ്ട് രീതിയിലാണെങ്കിൽ അത് കറക്റ്റാണ്, ഒരേ ഇഫക്റ്റാണ് ഉണ്ടാവുക. ഓക്കെ, നമുക്ക് ആദ്യത്തെ മെത്തേഡ് നോക്കാം. ഫസ്റ്റ് മെത്തേഡ് ഡെഫിനിഷൻ എ ഓർ പ്ലാൻ എ. ഡെഫിനിഷൻ എ, നമുക്ക് ഒന്നാമത്തെ ഡെഫിനിഷൻ ആദ്യം നോക്കാം. എങ്ങനെയാണ് ഫസ്റ്റ് ഇത് ചെയ്യുന്ന ആദ്യത്തെ മെത്തേഡ് എന്താ നോക്കാം. ഇൻ ദ ഫസ്റ്റ് മെത്തേഡ് ഡിഫൈൻ ദ ഇന്നർ സ്ട്രക്ചർ ഫസ്റ്റ്. ഈ മെയിൻ സ്ട്രക്ചറിൽ ഉൾക്കൊള്ളാൻ പോകുന്ന ഇന്നർ സ്ട്രക്ചറിനെ ആദ്യം ഡിഫൈൻ ചെയ്യുക. ഏത് ഇന്നർ സ്ട്രക്ചർ? എംപ്ലോയി സ്ട്രക്ചർ ഉണ്ടാക്കുമ്പോൾ അതിനുള്ളിൽ നമുക്ക് ഡേറ്റ് എന്നുള്ള സ്ട്രക്ചർ ഉപയോഗിക്കണം. സോ യു ഡു വൺ തിങ്, ഡിഫൈൻ ഡേറ്റ് സ്ട്രക്ചർ ഫസ്റ്റ്. നിങ്ങൾക്കറിയാലോ ഡേറ്റ് സ്ട്രക്ചർ ഉണ്ടാക്കാൻ. സ്ട്രക്ട് ഡേറ്റ് ഓപ്പണിംഗ് ബ്രേസ് INT D സെമിക്കോളൻ INT M സെമിക്കോളൻ INT Y സെമിക്കോളൻ ക്ലോസിംഗ് ബ്രേസ് സെമിക്കോളൻ. ഡേറ്റ് സ്ട്രക്ചറായി. ഇനി നമ്മൾ എംപ്ലോയി സ്ട്രക്ചർ ഉണ്ടാക്കാം. സ്ട്രക്ട് എംപ്ലോയി അല്ലേ. സ്ട്രക്ട് എംപ്ലോയി, സ്ട്രക്ട് എന്ന് പറഞ്ഞ ടാഗ് കീവേഡ് വെച്ചിട്ടാണ് എപ്പോഴും സ്ട്രക്ചർ ഉണ്ടാക്കുക. സ്ട്രക്ട് എംപ്ലോയി ഓപ്പണിംഗ് ബ്രേസ് ഫസ്റ്റ് മെമ്പർ INT ADM നമ്പർ അല്ല, നമുക്ക് ആദ്യത്തെ മെമ്പർ അഡ്മിഷൻ നമ്പർ വരുന്നത് സ്റ്റുഡൻറ്റ് സ്ട്രക്ചറിലാണ്. എംപ്ലോയി നമ്പർ നമുക്ക് EMP നമ്പർ എന്ന് കൊടുക്കാം, EMP നമ്പർ. സെക്കൻഡ് വൺ ഈസ് നെയിം ഓഫ് ദ എംപ്ലോയി, ക്യാരക്ടർ, name of 25. Third one is date of joining. We could define a member using the structure date. നമുക്ക് ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് മെമ്പറിനെ ഡിഫൈൻ ചെയ്യാം. ഡേറ്റ് DOJ, date of joining, date DOJ, date of joining. Then last one INT
സാലറി, ക്ലോസിംഗ് ബ്രേസ് സെമിക്കോളൻ. ഇവിടെ ശ്രദ്ധിക്കുക, രണ്ടാമത്തെ സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ ആദ്യത്തെ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് ഒരു വേരിയബിൾ ഉണ്ടാക്കി. ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് എ നെസ്റ്റഡ് സ്ട്രക്ചർ. ഇതിനാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ വേറെ സ്ട്രക്ചർ വരാം, അത് പോസിബിൾ ആണ്. എവിടെ വേണമെങ്കിൽ നമുക്ക് ഇനി സ്ട്രക്ചറിനെ ഉപയോഗിക്കാം. നമ്മൾ ഉണ്ടാക്കിയ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. അപ്പോൾ മറ്റ് ഡാറ്റ ടൈപ്പുകൾ ഉപയോഗിക്കുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണോ അവിടെയൊക്കെയും നമുക്ക് സ്ട്രക്ചറിനെയും ഉപയോഗപ്പെടുത്താം. ഓക്കെ, നൗ ലെറ്റ് us see plan B, definition B. നമുക്ക് രണ്ടാമത്തെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. സെക്കൻഡ് ഡെഫിനിഷൻ ഓഫ് ദ സെയിം സ്ട്രക്ചർ. ഇതേ സ്ട്രക്ചറിന് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കാം. ഓക്കെ, അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇവിടെ നിങ്ങളുടെ ഉള്ളിലുള്ള സ്ട്രക്ചർ ഏതാണെന്നോ അങ്ങനെയൊന്നും ചിന്തിക്കാൻ പോകണ്ട. നിങ്ങളോട് എഴുതാൻ പറഞ്ഞ ഏത് സ്ട്രക്ചറാണ്? എംപ്ലോയി സ്ട്രക്ചർ. സോ സ്റ്റാർട്ട് യുവർ ഡെഫിനിഷൻ ആസ് ഇറ്റ് ഈസ്. അതേപോലെ അങ്ങ് ഡെഫിനിഷൻ ആരംഭിക്കുക. ഓക്കെ, സോ എംപ്ലോയി സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറഞ്ഞു. സോ യൂസ് ദ കീവേഡ് സ്ട്രക്ട് ആൻഡ് ഗീവ് ദ നെയിം എംപ്ലോയി. യു ആർ നോട്ട് തിങ്കിങ് അബൌട്ട് വാട്ട് ഈസ് ഇൻസൈഡ്. എന്തൊക്കെയാണ് അകത്തുനിന്നുള്ളത് നമ്മളിപ്പോൾ ചിന്തിക്കാൻ പോകില്ല. നമ്മൾ നേരെ സ്ട്രക്ചർ ഉണ്ടാക്കാൻ പറഞ്ഞു നേരെ ഉണ്ടാക്കാൻ തുടങ്ങണം. പിന്നെ നമുക്കറിയാം, അത് കഴിഞ്ഞ് ഓപ്പണിംഗ് ബ്രേസിൽ നമ്മൾ ഓരോരോ മെമ്പറിനായിട്ട് ഡിഫൈൻ ചെയ്യാൻ ആരംഭിക്കൂലേ. ഫസ്റ്റ് മെമ്പർ എംപ്ലോയി നമ്പർ, സോ INT EMP നമ്പർ സെമിക്കോളൻ. സെക്കൻഡ് മെമ്പർ നെയിം ആണ്, സോ ക്യാരക്ടർ നെയിം ഓഫ് 25. തേർഡ് മെമ്പർ ഈസ് എ സ്ട്രക്ചർ. ഓക്കെ, തേർഡ് മെമ്പർ ഡേറ്റ് ഓഫ് ജോയിനിങ്, DOJ നമ്മൾ ഉദ്ദേശിക്കുന്നത് മനസ്സിലായി, വേരിയബിളിൻ്റെ പേര്. അതൊരു ഡേറ്റ് ടൈപ്പിലെ മെമ്പറാണ്. അങ്ങനത്തെ ഒരു ഡാറ്റ ടൈപ്പ് C++ ഇല്ല. സോ യു ഡു വൺ തിങ്, യു ഡിഫൈൻ ദ സ്ട്രക്ചർ ഹിയർ. നിങ്ങൾ അതിന് വേണ്ട സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഡിഫൈനിങ് എ മെമ്പർ ഹിയർ. ഒരു മെമ്പർ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഈ സ്ട്രക്ചർ ഉണ്ടാക്കുന്നത്. വേറെ നമുക്ക് ആവശ്യങ്ങളൊന്നുമില്ല. അത്തരം സ്ട്രക്ചറിന് ടാഗ് വേണമെന്നില്ല. നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ട്. അത് ഓർമ്മയില്ലാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക. സ്ട്രക്ചറിൻ്റെ വേരിയബിൾസ് ഉണ്ടാക്കുന്ന വിവിധ മാർഗങ്ങളിൽ സ്ട്രക്ചർ ടാഗ് ഇല്ലാതെ വേരിയബിൾ കൊടുക്കുന്നൊരു സംവിധാനം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അത് നമുക്കിവിടെ യൂസ് ചെയ്യാം. ഇപ്പോൾ സ്ട്രക്റ്റ് എന്ന് മാത്രം കൊടുക്കുന്നു. എന്നിട്ട് ഇതിനുള്ളിലുള്ള 3 മെമ്പേഴ്സ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നു. INTD സെമിക്കോളൻ, INTM സെമിക്കോളൻ, INTY സെമിക്കോളൻ, ക്ലോസിംഗ് ബ്രേസ് സെമിക്കോളൻ ഇടരുത്. വേരിയബിളിൻ്റെ പേര് കൊടുത്തിട്ട് സെമിക്കോളൻ ഇടുക, DOJ സെമിക്കോളൻ. ഓക്കെ, DOJ എന്ന് പറയുന്ന മെമ്പറിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. DOJ എന്ന് പറയുന്ന മെമ്പറിനെ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത് നോക്കാം. ഒരു സ്ട്രക്ചർ അവിടെ അപ്പോൾ വെച്ചുണ്ടാക്കി. സ്ട്രക്റ്റ് INTD INTM INTY DOJ സെമിക്കോളൻ. ഇനി ഒരു മെമ്പറും കൂടി നമുക്ക് ഇതിനകത്തുണ്ട്, INT സാലറി സെമിക്കോളൻ, ക്ലോസിംഗ് ബ്രേസ് സെമിക്കോളൻ. ഓക്കെ, പ്ലാൻ A, പ്ലാൻ B, ഡെഫിനിഷൻ A ആൻഡ് ഡെഫിനിഷൻ B. 2 ഡെഫിനിഷൻസ് ആണ് ഒരേ സ്ട്രക്ചറിൻ്റെ. എന്താണ് വ്യത്യാസം വന്നത്? ഇവിടെ ഉള്ളിൽ ഉപയോഗിക്കാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിനെ ആദ്യമേ തന്നെ ഡിഫൈൻ ചെയ്ത് ഉണ്ടാക്കി വെച്ചു. എന്നിട്ട് അതിനെ നമ്മൾ ഒരു വേരിയബിൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി അതിനുപയോഗിച്ചു. രണ്ടാമത്തിൽ അങ്ങനൊന്നും ചെയ്തില്ല. നേരെ സ്ട്രക്ചർ അങ്ങ് ആരംഭിച്ചു. ആവശ്യം വന്നപ്പോൾ നമ്മൾ ഏതിനുപയോഗിച്ചു? ഈ DO M Y ഒക്കെ പറഞ്ഞ ആ മെമ്പറിനെ യൂസ് ചെയ്തു. ഓക്കെ, ഈ 2 രീതിയിലാണ് നമ്മൾ നെസ്റ്റഡ് സ്ട്രക്ചറിനെ ഉപയോഗിക്കുന്നത്. ഇനി ഇതേപോലെ സ്റ്റുഡൻറ്റ് സ്ട്രക്ചർ ആവാം. അപ്പോൾ മെമ്പേഴ്സ് മാത്രമേ മാറുള്ളൂ. എംപ്ലോയി നമ്പറിൻ്റെ സ്ഥാനത്ത് അഡ്മിഷൻ നമ്പർ ആവും. നെയിമിന് നെയിം തന്നെ. ഡേറ്റ് ഓഫ് ജോയിൻ എന്നുള്ള സ്ഥലത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ആവും, അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് അഡ്മിഷൻ ആവും. അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരും. പിന്നെ സാലറിൻ്റെ സ്ഥാനത്ത് മാർക്കോ അങ്ങനെ എന്തെങ്കിലും വരും, ജെൻഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് സാധാരണ കൊടുക്കാറ്. ഓക്കെ, അപ്പോൾ അതൊന്നും പ്രശ്നമില്ല. ഇത് വരുന്ന സ്ഥലത്ത് ഈ 2 മെത്തേഡാണ്. ഒന്നുകിൽ ഈ സ്ട്രക്ചർ ആദ്യം ഡിഫൈൻ ചെയ്തിട്ടുള്ളിൽ സ്ട്രക്ചറിൻ്റെ വേരിയബിൾ ഉപയോഗിക്കാം, അതല്ലെങ്കിൽ ആവശ്യം വരുന്ന സ്ഥലത്ത് സ്ട്രക്ചർ ഉപയോഗിക്കാം. ഇനി ഇവിടെ ഡേറ്റ് ഒന്നും കൊടുത്തു വെച്ചിട്ട് തെറ്റൊന്നുമില്ല. അത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം അത് കൊടുത്തിട്ട് പ്രത്യേകിച്ച് നമുക്ക് വേറെ പ്രയോജനമൊന്നുമില്ല. C++നകത്ത് ഒരു ഇന്നർ ബ്രേസിനുള്ളിൽ, ഒരു ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസിനുള്ളിൽ വല്ലതും ഡിഫൈൻ ചെയ്താൽ അതിൻ്റെ ലൈഫ് അതിനുള്ളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ സാധനം ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ, ഇതിൻ്റെ പുറത്തേക്ക് വരില്ല. ഓക്കെ, പിന്നെ അതുകൊണ്ട് വേറെ സ്ട്രക്ചർ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനുള്ളിൽ ഉണ്ടാക്കുമ്പോൾ അതിന് ഡേറ്റ് തന്നെ പേര് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഒരേ ഇഫക്റ്റാണ്. ഓക്കെ, ഇനി നെസ്റ്റഡ് സ്ട്രക്ചർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 2 പോയിന്റ് കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. ഇനി വരാൻ പോകുന്നത് പോയിൻറ്റേഴ്സിൻ്റെ ക്ലാസ്സുകളാണ്. അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഇത് ഏതെങ്കിലും ഭാഗം കാണുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മുന്നേയുള്ള വീഡിയോകൾ എടുത്ത് പരിശോധിക്കാൻ മറക്കരുത്.
ഓക്കെ, അത് മുന്നുള്ള വീഡിയോകൾ എടുത്ത് നോക്കാനായിട്ട് ഒരിക്കലും മറക്കരുത്. എടുത്ത് നോക്കുക, സംശയങ്ങൾ തീർക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഇനിയും തീരാത്ത സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ സംശയങ്ങൾ കുറിക്കുക, അതിനുള്ള ഉത്തരങ്ങൾ പ്രോംപ്റ്റായിട്ട് കിട്ടുന്നതാണ്. ഓക്കെ, ആ സംശയങ്ങൾ തീർത്തു തരുന്നതാണ്. അപ്പോൾ നമുക്കിതിന് പറ്റിയ 1-2 കാര്യങ്ങളും കൂടി ഉണ്ട്, അതും കൂടി പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഓക്കെ, അപ്പോൾ നെസ്റ്റഡ് സ്ട്രക്ചർ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ എംപ്ലോയി എന്ന നെസ്റ്റഡ് സ്ട്രക്ചർ നമ്മുടെ മുമ്പിലുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വേരിയബിൾ ഉപയോഗിക്കുകയാണ്, എംപ്ലോയി ഇ. ഓക്കെ, ഈ എന്ന് പറയുന്ന വേരിയബിളിൻ്റെ മെമ്പേഴ്സിനെ എങ്ങനെ റെഫർ ചെയ്യും, അതാണ് നമ്മുടെ ഫസ്റ്റ് പോർഷൻ. ഇ ഡോട്ട് EMP നമ്പർ, അതാണ് നമ്മുടെ ഫസ്റ്റ് മെമ്പർ, ഇ ഡോട്ട് EMP നമ്പർ. സെക്കൻഡ് മെമ്പർ ഇ ഡോട്ട് നെയിം. തേർഡ് മെമ്പർ ഇ ഡോട്ട് DOJ, അല്ലേ, ഡേറ്റ് ഓഫ് ജോയിനിങ്, DOJ. റിമെമ്പർ ഇറ്റ്സ് അനദർ സ്ട്രക്ചർ, അത് വേറൊരു സ്ട്രക്ചറാണ്. അപ്പോൾ അതുകൊണ്ട് DOJ ഡോട്ട് ഡി, വീണ്ടും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ചെയ്യണം. ഓക്കെ, ഇ ഡോട്ട് DOJ ഡോട്ട് എം, ഇ ഡോട്ട് DOJ ഡോട്ട് വൈ. അപ്പോൾ എംപ്ലോയിനെ സംബന്ധിച്ച് ഡേറ്റ് ഓഫ് ബർത്തിന് വീണ്ടും 3 മെമ്പേഴ്സ് ഉണ്ട്, ഡേ ഉണ്ട്, മന്ത് ഉണ്ട്, ഇയർ ഉണ്ട്. അപ്പോൾ അതിന് റെഫർ ചെയ്യാൻ വീണ്ടും ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കണം. അതുപോലെ ഇ ഡോട്ട് സാലറി. ഓക്കെ, ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇനിഷ്യലൈസ് ചെയ്യുന്നിടത്താണ്. ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ എംപ്ലോയി എന്നിട്ടൊരു സ്ട്രക്ചർ ഉണ്ടാക്കുക, അതിൻ്റെ വേരിയബിൾ ഉണ്ടാക്കുകയാണ്. എംപ്ലോയി E1 ഈസ് ഈക്വൽ ടു, ഇനിഷ്യലൈസ് ചെയ്യാണ്, സ്റ്റാർട്ട് ആൻഡ് ഓപ്പണിംഗ് ബ്രേസ്. ഗീവ് ദ എംപ്ലോയി നമ്പർ 1001, comma, give the employee name XXXX, comma, then date of birth, date of joining, it's another structure, so start another opening brace here. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനിഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നെസ്റ്റഡ് സ്ട്രക്ചർ ആണെങ്കിൽ അതിനുള്ളിൽ സ്ട്രക്ചർ മെമ്പേഴ്സ് ഉണ്ടാവും. അത് വരുമ്പോൾ വീണ്ടും ഒരു ഓപ്പണിംഗ് ബ്രേസ് ഉപയോഗിക്കണം, അതിനുള്ളിൽ വേണം ഡേറ്റ് കൊടുക്കാൻ. ഓക്കെ, 10/5,2000 എംപ്ലോയിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്, 10/5/2000. ഓക്കെ, ക്ലോസിംഗ് ബ്രേസ്, കോമ, സാലറി 15,000, ക്ലോസിംഗ് ബ്രേസ്, സെമിക്കോളൻ. അപ്പോൾ 2 കാര്യങ്ങൾ, ഒന്ന് യൂസ് ചെയ്യുന്ന സമയത്ത് ഡോട്ട് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന, റിപ്പീറ്റഡ് ആയിട്ട് ഉപയോഗിക്കുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. 2, ഇനീഷ്യലൈസ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഉള്ള കാര്യങ്ങൾ ഈ വീണ്ടും അതിനുള്ളിൽ ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസ് ഉപയോഗിക്കുന്ന കാര്യം ഓർത്ത് വയ്ക്കുക. ഓക്കെ, ഇനി ഈ സ്ട്രക്ചർ ഉപയോഗിച്ചുകൊണ്ട് 2 പ്രോഗ്രാമുകൾ നമുക്ക് നോക്കാനുണ്ട്. ആ പ്രോഗ്രാമുകൾ മറ്റൊരു വീഡിയോയിൽ ഞാൻ അവതരിപ്പിക്കുന്നുണ്ട്, വേറൊരു വീഡിയോയിൽ പ്രത്യേകമായിട്ട് എടുത്ത് അവതരിപ്പിക്കാം. അതിൽ സ്ട്രക്ചേഴ്സ് ഉപയോഗിച്ചുകൊണ്ടുള്ള 2 പ്രോഗ്രാമുകൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. അത് ആ പ്രോഗ്രാം കാണിച്ചുകൊണ്ട് തന്നെ അവതരിപ്പിക്കുന്നതിന് ഏറ്റവും നന്നാവുക. അപ്പോൾ ആ സമയത്ത് അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ പറയാം. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ അറേയ്സ് ആൻഡ് സ്ട്രക്ചേഴ്സ്. അറേയും സ്ട്രക്ചറും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡിഫറൻസ് ബിറ്റ്വീൻ അറേ ആൻഡ് സ്ട്രക്ചർ. ഫസ്റ്റ് ഓഫ് ഓൾ, അറേ ഈസ് എ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പ്, whereas structure is a user defined data type. Then second difference, array is a collection of same type of data. ഒരേ തരത്തിലുള്ള ഡാറ്റയാണ് അറേയിൽ സ്റ്റോർ ചെയ്യുക. അതൊക്കെ നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട കാര്യങ്ങൾ തന്നെയാണ്. While structure is a collection of different types of data, maybe sometimes maybe of the same type, പക്ഷേ ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള ഡാറ്റയും അതിനകത്ത് വേണമെങ്കിൽ വരാൻ പറ്റും. ഓക്കെ, elements from the array are referenced using array index numbers. അറേയിലെ എലമെൻസിനെ റെഫർ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇൻഡെക്സ് നമ്പേഴ്സ് ആണ്. whereas structure members are referenced using dot operator. ഡോട്ട് ഓപ്പറേറ്റർ വെച്ചിട്ട് സ്ട്രക്ചർ മെമ്പേഴ്സിനെ റെഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി ഒരു സ്ട്രക്ചർ, ഒരു അറേക്കകത്ത് വീണ്ടും ഒരു അറേ സ്റ്റോർ ചെയ്യേണ്ട ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മൾട്ടി ഡയമെൻഷണൽ അറേ ഉപയോഗിക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അറേ ഓഫ് സ്ട്രിങ്സിൻ്റെ അറേ നമുക്കൊരു എക്സാമ്പിളായിട്ട് തന്നെ പറയാം. സ്ട്രിങ്സിൻ്റെ അറേ, ക്യാരക്ടർ നെയിം ഓഫ് 10, 10 ആളുടെ പേരാണ് സ്റ്റോർ ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് ആലോചിക്കേണ്ട ഓരോ പേരും ഒരു അറേയാണ്, അല്ലേ? സോ വി വിൽ യൂസ് എ മൾട്ടി ഡയമെൻഷണൽ അറേ, 2 ഡയമെൻഷണൽ അറേ ഉപയോഗിക്കും ഇവിടെ. ഇനി വേണമെങ്കിൽ 3 ഡയമെൻഷനിലും n ഡയമെൻഷനിലും ഒക്കെ ഉപയോഗിച്ചു എന്ന് വരും. ഓക്കെ, whereas when we want to use structure members inside another structure, we will use the facility of nested structures. Okay, then array of structures is possible. Structure ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അറേ ഉണ്ടാക്കാൻ പറ്റും. Similarly, arrays can be used within structures. സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ നമുക്ക് വേണമെങ്കിൽ അറേസ് ഉപയോഗിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് സ്ട്രക്ചർ ക്യാൻ കണ്ടെയ്ൻ അറേസ് ഇൻസൈഡ് ഇറ്റ്.
അതിനുള്ളിൽ വേണമെങ്കിൽ നമുക്ക് അറേസ് ഉപയോഗിക്കാം. നമ്മൾ കണ്ട സ്ട്രിങ്ങുകളൊക്കെ തന്നെ അതിന് എക്സാമ്പിൾ. ഇപ്പോൾ ഈ കണ്ടതിൽ ഈ സ്ട്രിങ് തന്നെ അതിനൊരു എക്സാമ്പിളാണ്. ഓക്കെ, ഇത്രയുമാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന പാർട്ട് നമുക്ക് പഠിക്കാനുള്ളത്. 2 പ്രോഗ്രാമുകളാണ് പരിചയപ്പെടുത്താനുണ്ട്. ഇനി മുൻ വർഷങ്ങളിൽ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഏരിയയിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങൾ വേറൊരു വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയതാണ്. ആ വീഡിയോയിൽ ഏതാണ്ട് ആദ്യത്തെ ഒരു 10 മിനിറ്റ് വരെയുള്ള സമയം ഈ അറേസിനെ കുറിച്ച് സ്ട്രക്ചേഴ്സിനെ കുറിച്ച് മാത്രമാണ് പറയുന്നത്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. കുറേ പഴയ ചോദ്യങ്ങൾ, എങ്ങനെയാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് എന്ന് അറിയാനും അതിന് ഉത്തരം എഴുതേണ്ടത് എങ്ങനെയാണെന്ന് അറിയാനും നമുക്ക് ആ വീഡിയോ ഉപകാരപ്പെടും. അതിൻ്റെ ഒരു ലിങ്ക് ഇതിനകത്ത് കൊടുക്കാം. ആ ഒരു വീഡിയോൻ്റെ ലിങ്ക് ഇതിനകത്ത് കൊടുക്കാം. അതൊന്ന് ഫോളോ ചെയ്യുക. 10 മിനിറ്റോളം വരും. പഴയ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അവർക്ക് എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത് എന്നുള്ളതും ആ വീഡിയോക്കകത്ത് പ്രതിപാദിക്കുന്നുണ്ട്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.